പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം. പ്രിയ അച്ഛൻ, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നും നമുക്ക് ദൈവവചനം പഠിക്കുന്നതിനായിട്ടുള്ള അവസരം വലിയവനായ ദൈവം ഒരുക്കി അനുഗ്രഹിച്ചല്ലോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ പഠനം തുടങ്ങുന്നതിന് മുൻപ് ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടുമെന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. അതിനോടകം പഠിച്ചിട്ടുണ്ടാവും. തേനിനേക്കാളും തേൻകട്ടയേക്കാളും നാവിന് മധുരം നൽകും തിരുവചനം. അത് 3 ചരണങ്ങളാണ് നമ്മൾ ഇതുവരെ പാടിയത്. കൂടുതലുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. 76 പഠിച്ചതാണ്. 50 കൊല്ലം പിന്നിട്ടത് കൊണ്ട് അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ബാക്കി റീകളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നെ പഠിപ്പിച്ചാൽ ഞാനിവിടെ അത് പഠിപ്പിക്കാം. തേനിനേക്കാളും തെങ്കട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെങ്കട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കിടുവാൻ വേദപ്രമാണം മൂലം കാത്തു സൂക്ഷിച്ചിടണം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പാദങ്ങൾക്കു ദീപവും പാതയ്ക്കു വെളിച്ചവും എന്നും വഴി കാട്ടിടും സത്യവേദവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിത്യം സംഗ്രഹിക്കുന്നു. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം തിരുവചനം. നമുക്കൊരുമിച്ചുള്ള പ്രാർത്ഥന. ദൈവമായ കർത്താവേ, ഇന്ന് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവരും കൂടെ. ദൈവമായ കർത്താവേ, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നമ്മൾ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 7 പ്രാവശ്യമെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അച്ഛനെപ്പോലെ ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകൾ അത് ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. കോയ്സാറിനെ പോലുള്ളവരൊക്കെ 7 പ്രാവശ്യം വായിച്ചില്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വന്ന് അത് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അല്പസമയത്തിൻ്റെ പരിധി ഉള്ളതുകൊണ്ട് നമുക്കത് സാധിച്ചില്ല. ഇന്നത് ക്ലോസ് ചെയ്യുന്നതോടൊപ്പം 2-ാമത്തെ അധ്യായം തുടങ്ങാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. താല്പര്യത്തോടെ ഇരിക്കണം. ഞാൻ വളരെ നിർത്തി ലളിതമായിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു പ്രസംഗ ഭാഷയിലോ ഒരു ബൈബിൾ സ്റ്റഡി എടുക്കുന്ന രീതിയിലൊന്നുമല്ല. പ്രസംഗവും ബൈബിൾ സ്റ്റഡിയും എല്ലാം കൂടെ ഒരുമിച്ച് വരത്തക്ക തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇത് നമ്മൾ കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് ശ്രമിച്ചത് എന്തായിരുന്നു? 8-ാമത്തെ വാക്യം. രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അടുത്തത്, തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പോൾ
നമ്മളത് ഊന്നി പറയാനായിട്ട് ആഗ്രഹിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ പേഴ്സണലാണ്, വ്യക്തിപരമാണ്. വേറെ ആരോടും പറയുന്നില്ല, അത് പിന്നീടാണ് പറയുന്നത്. പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇവിടെ ദൈവത്തിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ സാധൂകരിച്ചു സ്വർഗത്തിലെ ദൈവം. ദൈവത്തിന് വേണ്ടി നാം ഇവിടെ തീരുമാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം അവിടെ തീരുമാനിക്കും. അതുകൊണ്ട് ആ സിംഹത്തിൻ്റെ കൂട്ടിപ്പോയപ്പോഴും ആ തീരുമാനം ഉണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് ഈ 12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ത്രൂ ഔട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധ്യമായിട്ട്. ദാനിയേലിൻ്റെ ലൈഫ്, ഈ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇവിടെ വന്ന് പഠിക്കേണ്ടത് സത്യത്തിൽ ടീനേജേഴ്സാണ്, യൂത്ത്സാണ് പഠിക്കേണ്ടത്. അവർക്ക് വലിയ ചലഞ്ചിങ് ആയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു ക്യാരക്ടർ സ്റ്റഡി എന്നുള്ള നിലയിൽ ഒരു 18-19 വയസ്സുള്ള ദാനിയേലിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനും അദ്ദേഹത്തിൻ്റെ ഡിസിഷനും ഡിറ്റർമിനേഷനും ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പാഠമാണ്. വെല്ലുവിളികളുടെ നടന്നിരിക്കുന്ന ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഈ ഒരു കൺഫ്യൂഷനാണ് കുഞ്ഞുങ്ങൾക്ക്. വിച്ച് ഈസ് റൈറ്റ്, വിച്ച് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, വാട്ട് ടു ചൂസ്, വാട്ട് നോട്ട് ടു ചൂസ്. ഇത് അവരുടെ മുൻപൊരു വലിയ അതൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മോഡൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടൊരു മോഡൽ ഇല്ലാതെ വിഷമിക്കുന്നവരാണ്. ഇപ്പോഴാണ് ബിബിലിക്കൽ ക്യാരക്ടർ സ്റ്റഡി ഈ കുഞ്ഞുങ്ങളെ അതിന് സഹായിക്കുന്നത്. ഉള്ളത്തിൽ തീരുമാനിച്ചപ്പോൾ ദൈവം അത് അറിഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള ദാനിയേലിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സ്വർഗത്തിലെ ദൈവം ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞ് അതോട് ബന്ധപ്പെട്ട് അതിനോട് ചേർത്തൊരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ദൈവം ദാനിയേലിനോട് പറഞ്ഞതല്ല, ദാനിയേൽ സ്വയം തീരുമാനിക്കുകയാണ്. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അശുദ്ധി പുറമേ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള സാദൃശ്യം നമുക്കുണ്ട്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ നമ്മൾ മെഷീനറിയല്ല, ഒരു യാന്ത്രികമായ ഒരു സൃഷ്ടിയല്ല. നമ്മൾ ഡിസേണിങ് പവർ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ കുറച്ചുകൂടെ സുതാര്യമായ ഒരു ഭാഗമാണ് ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആര്? അങ്ങനെ സൃഷ്ടികർത്താവ്. ആരുടെ വാതിക്കൽ നിന്ന്? സൃഷ്ടിയുടെ വാതിക്കൽ നിന്ന്. അതെന്താണ്? നമ്മുടെ അനുവാദം കൂടാതെ ദൈവം നമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഉടനെ നമ്മളിത് മനസ്സിലാക്കും. ഈ ദൈവം ഒരിക്കൽ ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ ഹി നെവർ ഡു എനിത്തിങ് കോൺട്രറി ടു ദാറ്റ് ഓത്ത്. അതിനപ്പുറത്ത് ഒരിക്കലും ചെയ്യത്തില്ല. ഹി ക്യാൻ ഡു ഇറ്റ്, ബട്ട് ഹി നെവർ വയലേറ്റ് വാട്ട് ഹി ഹിംസെൽഫ് ഹാസ് മെയ്ഡ്. നമ്മളൊക്കെയാണ് അത് മാറ്റും. ദൈവം ഒരിക്കലും മാറ്റത്തില്ല. അത് ദൈവം ഫെയ്ത്ത്ഫുൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. ദൈവം വിശ്വസ്തനാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിന് വചനം പറയുന്നത്, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്വർഗം യഹോവയുടെ സിംഹാസനമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം വെൻ ഹി ഹാൻഡഡ് ഓവർ എവറിത്തിങ് ടു ഹ്യൂമൻ, മനുഷ്യൻ്റെ പെർമിഷൻ കൂടാതെ കണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മാർട്ടിൻ ലൂതർ അതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, വിത്തൗട്ട് ഗോഡ് മാൻ കനോട്ട്, വിത്തൗട്ട് മാൻ ഗോഡ് വിൽ നോട്ട്. വിത്തൗട്ട് ഗോഡ് മാൻ കനോട്ട്. ദൈവത്തെ കൂടാതെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിത്തൗട്ട് മാൻ ഗോഡ് വിൽ നോട്ട്. ഞാനും നിങ്ങളും ഇല്ലാതെ ദൈവത്തിന് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അല്ല, അതിന് നമ്മളെ തന്നെ ലഭ്യമാക്കലാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി എല്ലാവർക്കും ഒന്നല്ല, സൃഷ്ടിയുടെ വൈവിധ്യമനുസരിച്ച് വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളുമായ കഴിവുകളും താലന്തുകളും തന്ന് നമ്മെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ
മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഡിസൈൻ ചെയ്ത് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള പങ്ക് നിർവഹിക്കാനായിട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ ദൈവസന്നിധിയിൽ നാം ഇരിക്കുന്ന സന്ദർഭത്തിൽ He himself speaks to us. നമ്മോട് സംസാരിക്കും. ദാനിയേലിന് സംഭവിച്ചത്. ദാനിയേലിനോട് ദൈവം സംസാരിച്ചു. ദൈവം ഇടപെടുന്നതിനായി ദാനിയേൽ അവൈലബിൾ ആയിരുന്നു. ദൈവത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച ദാനിയേൽ ദൈവത്തിന് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ ദാനിയേൽ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ അവൈലബിലിറ്റിയാണ് വളരെ പ്രധാനപ്പെട്ടത്, എബിലിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഭക്തൻ പറഞ്ഞത്, ഗോഡ് നെവർ ലുക്സ് ടു അവർ എബിലിറ്റി ബട്ട് അവർ അവൈലബിലിറ്റി. നമ്മുടെ ലഭ്യതയാണ് പരമപ്രധാനമായിരിക്കുന്നത്. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ ഹി ക്യാൻ ഡു മൈറ്റി തിങ്സ് ത്രൂ അവർ ലൈഫ്. ഇപ്പം ഈ പഠനത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടതാ, ഇഫ് ദാനിയേലിനെ ദൈവം അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ എന്നെ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുത്തനും അയോഗ്യനല്ല. നമ്മുടെ വിചാരം ആ നോട്ട് വർത്തി എന്നാ പറയുന്നത്. നോ, അൻവർത്തിയാണെന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ദൈവത്തിന് വൻകാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, നമ്മൾ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നമ്മൾ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കാൻ ഒരു ശക്തിയും ബാഹ്യശക്തിക്ക് സാധിക്കത്തില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ സാദൃശ്യ സ്വരൂപം എന്ന് പറഞ്ഞാൽ. അവർ തീരുമാനിച്ചു, താൻ തന്നെ തീരുമാനിച്ചു. അശുദ്ധി വരുത്താൻ സമ്മതിക്കത്തില്ല. ഞാനൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കും. ഇത്രയും വിശുദ്ധരായിരിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? യെരുശലേമിലുണ്ടായിരുന്നത്. ഇവർ ഈ ബാബിലോണിൽ വന്ന ശേഷം ഈ വിശുദ്ധിയുടെ പരിവേഷമല്ല. നേരത്തെ അവർ ആയിരുന്നല്ലേ എവിടെ? അപ്പോൾ ഇത്രയും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും വിശുദ്ധിയോടെ തങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തിട്ട് വിശുദ്ധന്മാർ ഉണ്ടായിട്ടും യെരുശലേം ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടില്ലേ? ഇല്ലേ? ഏൽപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഇല്ലേ, നമ്മളൊരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ പലതൊക്കെ നമ്മൾ മറന്നുപോകും. ഈ ദാനിയേലിനെ കുറിച്ച് എസെക്കിയേലിൻ്റെ ഒരു കണ്ടെത്തലുണ്ട്, എസെക്കിയേലിൻ്റെ ഒരു നിർവചനം. അതങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്കിത് കാര്യം മനസ്സിലാവും. എസെക്കിയേൽ പ്രവചനം എടുത്തിട്ട് 14-ാം അധ്യായം, എസെക്കിയേൽ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 14 എൻ്റെ വിചാരം. 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അതെ, ഒന്ന് വായിച്ചാൽ. ഒരു കാര്യം ചെയ്യേ, 12 മുതൽ വായിച്ചോളൂ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, കണ്ടോ? എസെക്കിയേലിൻ്റെ ഒരു നിർവചനം കണ്ടോ? എസെക്കിയേൽ പറഞ്ഞത് കണ്ടോ? ഇതെല്ലാം വേദപുസ്തകം മുഴുവൻ ഇങ്ങനെ റിലേറ്റഡാണ്, പരസ്പര പൂരകങ്ങൾ, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ദേശത്തൊരു അകൃത്യമോ ദേശത്തൊരു പ്രയാസമോ ഉണ്ടാകുമ്പോൾ ആ ദേശത്ത് നോഹ, ദാനിയേൽ, ഇയ്യോബ് തുടങ്ങിയ നീതിമാന്മാരുണ്ടെന്ന് വെച്ച് ആ ദേശത്ത് അകൃത്യം അയക്കാതിരിക്കില്ല. പക്ഷേ അവർ നീതിമാന്മാരാകയാൽ അവർ തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട് തങ്ങളുടെ പ്രാണനെ നേടും. അപ്പോൾ ഈ നമ്മൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഈ യുഗത്തിൽ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒരു സൂചന നൽകുകയാണ്. ഇതെല്ലാം നന്നാക്കിയിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം പറയുമ്പം അശുദ്ധനിനിയും അശുദ്ധി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. അടുത്തത്, വിശുദ്ധൻ ഇനിയും തന്നെ
വിശുദ്ധി. അപ്പൊ ഈ അശുദ്ധരെ മുഴുവനും വാഷ് ഔട്ട് ചെയ്ത ശേഷം വിശുദ്ധന്മാരെ എടുക്കാനാണ് കർത്താവ് വരുന്നത്. അങ്ങനെ വേറെ ദിവസം പഠിപ്പിക്കുകയില്ല. ഗോതമ്പും കളയും കൂടെ വളർന്നോട്ടെന്നാ പറഞ്ഞേ. എന്താ കള അന്നേരം പറിക്കാത്തേ? കളയുടെ കൂടെ ഗോതമ്പ് വരുമെന്നുള്ളതല്ല. ഈ പറിക്കുന്നവനെ നോട്ടമില്ല, കളയെന്നോ ഗോതമ്പെന്നോ നോട്ടമില്ല. കള പറിക്കുന്ന കൂട്ടത്തിൽ സൂക്ഷിച്ചല്ല അവൻ പറിക്കുന്ന ഈ ഗോതമ്പിൻ്റെ വേരും കൂടെ ഇളയിപ്പൊക്കളയും. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏതിനാണ് കൺസേൺ? ഗോതമ്പിനാണ് കൺസേൺ അല്ലേ? അത് കളയുണ്ടേലും വളർന്ന് ഫലം പുറപ്പെടുവിക്കും. ഒരു ദിവസം അത് വെട്ടി ഇട്ട് കഴിഞ്ഞ് അത് വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്, അന്നത് അങ്ങനെ തന്നെ ചെയ്തോളും. അപ്പോൾ ഈ ദേശം, കാവുംഭാഗം ദേശം, എല്ലാം അങ്ങനെ ഇങ്ങനെ. നമ്മൾ ഈ ആളുകളെ നോക്കിയിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. ഡോണ്ട് ലുക്ക് ടു അതേഴ്സ്. അവരെങ്ങനെയാണെന്നുള്ളത് വിഷയമല്ല നമ്മുടെ. നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള ജീവിതത്തിൻ്റെ സുതാര്യത, ട്രാൻസ്പാരൻസി, അത് വളരെ പ്രസക്തമാണ്. നീ രക്ഷിക്കപ്പെട്ടോ? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞോ? നീ പരിശുദ്ധാത്മാ നിർണയം പ്രാപിച്ചോ? മുദ്ര സ്വീകരിച്ചോ? ഈ പരിശുദ്ധാത്മ മുദ്രയെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതാണ് വീണ്ടെടുപ്പിൻ്റെ മുദ്ര. അങ്ങനെ വല്ലതും വാക്യമുണ്ടോ? ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നത്? നമുക്ക് വേദപുസ്തക പരിജ്ഞാനം ഉണ്ടാണ് അതിനു വേണ്ടി. അല്ല, കൊരിന്തിലൊന്നുമല്ല. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞതാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. ഈ ആത്മമുദ്ര എന്നുള്ളത് എഫേസ് ലേഖനം മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ രസമാണ് പൗലോസിൻ്റെ എഫേസ് ലേഖന പഠനം. നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളെ സ്വർഗത്തിലിരുത്തിയെന്ന് അതിനെ തേടി വെച്ചിരിക്കുന്നത്. എവിടെയാ? സ്വർഗത്തിലാണെന്നേ. ആ സ്വർഗത്തിലാണ് വസിക്കുന്നുള്ള ബോധ്യം നിനക്ക് എന്നുണ്ടാകുമോ അന്നേ നീ ഗുണം പിടിക്കത്തുള്ളൂ. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നോക്കണ്ടവനെ നോക്കാവോ, അങ്ങോട്ട് നോക്കല്ല. നിനക്ക് നോക്കാൻ ഒറ്റയാളേ ഉള്ളൂ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. എൻ്റെ മുദ്രയെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി വി ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതായത് പറഞ്ഞു വായിച്ചു. താങ്ക് യു വെരി മച്ച്. കണ്ടോ, എന്നെ പഠിപ്പിക്കാൻ തക്കമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യണം. വേദപുസ്തക പരിജ്ഞാനം നമുക്കുണ്ടാകാൻ നല്ലതാണ്. വചനത്തെക്കുറിച്ചുള്ള പഠനം, അതിനകത്തൊരു ആഗ്രഹവും താല്പര്യവും നമുക്ക് ഉണ്ടാകണം. ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി മാറിപ്പോകും. വളരെ ലളിതമായി പറയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ വിശുദ്ധരായി, അവൻ വിശുദ്ധനാകയാൽ, അവനോടൊത്ത് വസിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവൻ വിശുദ്ധനാകയാൽ നാമും വിശുദ്ധരായേ പറ്റൂ. വിശുദ്ധരെ ചേർക്കാൻ വിശുദ്ധൻ വരുന്നു മേഘത്തിൽ. സ്തോത്രം. ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഹോളി ഹോളി ഹോളി, അത് കഴിഞ്ഞ ബാക്കിയൊക്കെ ഉള്ളൂ. അതുപോലെ അവനോടൊത്ത് വസിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ശരീരം വിശുദ്ധമാകണം. ഈ ശരീരം വിശുദ്ധമാകുക മാത്രമല്ല, ഈ ശരീരം പുത്രന്റെ ശരീരത്തോട് തുല്യമായ ഒരു ശരീരമായി ട്രാൻസ്ഫോം ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെങ്കിലേ നമുക്ക് എവിടെ പോകാൻ പറ്റുള്ളൂ? അങ്ങനെ വാക്യമുണ്ടോ? പുത്രന്റെ ശരീരത്തോട് തുല്യമായ ശരീരമായി തീരണമെന്ന് വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതുകൂടെ ഓർപ്പിക്കുക. ഞാൻ ഇത് പലപ്പോഴും പ്രസംഗിച്ചപ്പോൾ നിങ്ങളുടെ കാണാപ്പാടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യവും 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നോക്കാതെ ആരെയും എന്ന് പറഞ്ഞാട്ട്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. This body is going to be transformed into a glorious body, just like the risen body of the Lord Jesus Christ. യേശുക്രിസ്തുവിൻ്റെ തിരസ്കരിക്കപ്പെട്ട ശരീരത്തെ പോലൊരു ശരീരമായി നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുത്തുന്ന. എന്തിന്? ക്രിസ്തുവിനോടുകൂടെ നിത്യത പങ്കുവയ്ക്കണമെങ്കിൽ,
ക്രിസ്തു ഇരിക്കുന്നിടത്ത് നമുക്കും ഇരിക്കണമെങ്കിൽ ഈ ശരീരത്തോട് പറ്റത്തില്ല. ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. യോഹന്നാൻ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സമന്മാരാകും, സദൃശന്മാരാകും. അവനോട് സദൃശന്മാരാകും എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തെ പോലൊരു രൂപസാദൃശ്യം നമുക്കും കിട്ടും. ഈ അടുത്ത സമയത്ത് ഒരു പഠനം നടത്തിയ ഒരുവൻ, ഞാൻ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത ബുക്ക് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് ഈ ആത്മാവിന് 14 ഗ്രാം തൂക്കമുണ്ടെന്നാണ്. എത്ര? 14 ഗ്രാം. കുറിയന്നൂർ പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി, 2 പ്രാവശ്യം അവിടെ പോയി. അപ്പോൾ കൺവെൻഷനാണ് ഒരിക്കൽ പോയി. 4 ദിവസത്തെ കൺവെൻഷനാണ്, ഞാൻ തന്നെ പ്രസംഗിക്കും. 3-ാമത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക. 3 ദിവസവും അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒറ്റ വിഷയമാണ്. അപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പം ലാസ്റ്റ് പ്രയർ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആവേശം ആളുകൾക്കൊക്കെ. പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മച്ചി ഓടി വന്ന് എൻ്റെ കയ്യെ പിടിച്ചേച്ച് പറഞ്ഞു, എൻ്റെ അച്ചായൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്. ഇങ്ങനെ പ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ കണ്ടു. അത് 34 ഗ്രാം തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ എഴുത്തുകാരൻ പറഞ്ഞു, ഇതിനെക്കാട്ട് 20 ഗ്രാം കൂടുതലുണ്ട് അപ്പച്ചൻ്റെ ആത്മാവിന്. ഈ ആത്മാവിന് തൂക്കമുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയാൻ വയ്യ, ഈ ശാസ്ത്രീയ പഠനം നടത്തിയ ശേഷം കണ്ടെത്തിയതാണ്. നമുക്ക് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ട. അത് നമുക്ക് വേണമെങ്കിൽ വിവാദപരമായ ഡിസ്കഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചെയ്യാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തനിക്ക് അശുദ്ധി വരുത്താൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. നിങ്ങളൊരു കാര്യം അറിയണം, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നമ്മുടെ ആത്മാർത്ഥതയെ, മനുഷ്യരുടെ ഈ ബന്ധങ്ങളാണ്, ഹ്യൂമൻ ടിഷ്യൂസ്, കോശങ്ങൾ, എന്നിലെ കോശവും അച്ഛനിലെ കോശവും തമ്മിൽ അറിയാതൊരു ബന്ധമുണ്ട്. അത് ഊർജ്ജമാണ്. അതിനകത്ത് ഞാൻ പിന്നീട് ഇത് ക്ലോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പറഞ്ഞോളാം. ഇത് അറിയാതെ ട്രാൻസ്മിറ്റ് എവണ്ണാണ്. ചിലപ്പോൾ സാർ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിയാതെ ഒരു ബന്ധം നമുക്ക് ഉണ്ട്. ഈ മനുഷ്യൻ്റെ തല പോകുന്ന കാര്യമാണ് ആരുടെ? കാരാഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ്റെ, അല്ലെങ്കിൽ ഇവരുടെ മേൽസറിൻ്റെ ജോലി നഷ്ടപ്പെടും, അദ്ദേഹത്തെ കൊല്ലും. എന്ത് സംഭവിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ശരിയായി കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം വരുന്നത്? ഈ സൂക്ഷിപ്പുകാരന് നഷ്ടം വരും. അപ്പോൾ ഈ ദാനിയേൽ പറഞ്ഞ വാക്കുകളുടെ വിശ്വാസത, അതിൻ്റെ ട്രാൻസ്പാരൻസി, അതിൻ്റെ ആത്മാർത്ഥത ഒരു പരിചയമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യന് പോലും ഗ്രഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ല. ഇത് ഈ മനുഷ്യർക്ക് മാത്രമുള്ളൊരു ഗുണമാണ്, യഥാർത്ഥ മനുഷ്യർക്കുള്ള ഗുണമാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല, അദ്ദേഹത്തെ ഈ ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല. അദ്ദേഹം അവിടുത്തെ കുലദൈവങ്ങളെ ആരാധിക്കുന്ന ആര്? പക്ഷേ ഈ മനുഷ്യൻ്റെ ആത്മാർത്ഥത, അത് സ്വർഗം അംഗീകരിച്ചിട്ട് അവിടുന്ന് കമാൻഡ് ചെയ്യും. എങ്ങോട്ട്? ആരോടാ? ക്രുദ്ധനായ മനുഷ്യനോടും സൂപ്പർവൈസ് ചെയ്യുന്ന മനുഷ്യനോടും ആവശ്യപ്പെടും ഇങ്ങനെ ചെയ്യാൻ. ഇത് തന്നെ ജോസഫിന് സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്, ജോസഫിന് സംഭവിച്ചു. ജോസഫ് വളരെ വിശ്വസ്തനായ മനുഷ്യനായിരുന്നു. തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച്, ഈ വിശ്വസ്തരായി വിശുദ്ധരായിട്ട് ജീവിച്ചാലും ഈ തെറ്റിദ്ധാരണ പടന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്, തിരുത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. 40 പേര് ഒരുമിച്ച് പറഞ്ഞാൽ ഒരു കള്ളം സത്യമാകുമെന്നാണ് പറയുന്നത്. 40 പേര് ആവർത്തിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തെ മുദ്ര കുത്തി ഇവൻ കുഴപ്പക്കാരനാണെന്ന്. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് കുണ്ടറയിലിട്ടു. അവിടെ ദൈവം കാരാഗ്രഹത്തിൻ്റെ പ്രമാണിയോട് മനസ്സലിവ് തോന്നി. ഒരു പരിചയമില്ലാത്തവൻ, അദ്ദേഹത്തിന് തലയ്ക്ക് കേടുവരുത്തുന്നതാണ്. പക്ഷേ അദ്ദേഹത്തോട് കരുണ ചെയ്യുവാൻ ദൈവത്തിന് അരുളപ്പാടുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുന്ന ദൈവമാണ്. അവർക്ക് ദോഷം വരുത്തരുതെന്ന്, തനിക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കരുതെന്ന് അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തോട് കരുണ തോന്നാൻ ദൈവം ഇഷ്ടം തോന്നി.
അടുത്ത വാക്യം വായിച്ചാട്ട്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരുടെ ബാലന്മാരുടെ ഇതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞെന്ന് കാണുന്നതിന്, അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മിശായേലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മേൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ആർക്ക്? മേൽസറിന് അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇവർ ആരോഗ്യവാന്മാരായിരിക്കണമെങ്കിൽ രാജാവ് കൽപ്പിച്ചത് കഴിച്ചേ പറ്റൂ. ആരുടെ തീരുമാനമാണ്? മേൽസറിൻ്റെ തീരുമാനം, രാജാവിൻ്റെ കൽപ്പനയാണ്. അപ്പം അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ചുറ്റുപാട് പറയുന്നു, ഇന്നതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പുഷ്ടി പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന്. അവൈലബിൾ ആയിരിക്കുന്ന ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചെങ്കിലേ നിങ്ങൾക്ക് എന്താ ഉണ്ടാകത്തുള്ളൂ? പുഷ്ടി ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾക്ക് രാജാവിൻ്റെ മുമ്പിൽ ശുശ്രൂഷിക്കാൻ നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാരുടെ കണ്ടെത്തലാണ്? രാജാവിൻ്റെ കണ്ടെത്തലാണ്, മേൽസറിൻ്റെ കണ്ടെത്തലാണ്. പക്ഷേ ദൈവപൈതലായ ദാനിയേലിൻ്റെ കണ്ടെത്തൽ മറ്റൊന്നായിരുന്നു. അതെന്താണ്? ഇവയൊന്നുമില്ലെങ്കിലും ഞങ്ങളെ ഞങ്ങളായി തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുവാണ്, ഞങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. മേൽസർ നൽകുകയല്ല, ഞങ്ങൾ ഓപ്റ്റ് ചെയ്യാം. ഒത്തിരി ന്യൂട്രീഷ്യസ് ഫുഡ് അവിടെ ഉണ്ട്, എല്ലാം ഇഷ്ടം പോലെ കഴിക്കാം, അതെല്ലാം അവിടെയുണ്ട്. പുഷ്ടി പ്രാപിക്കാൻ ഇതൊക്കെ വേണമെന്ന് ശാസ്ത്രം ശഠിക്കുമ്പോൾ ഞങ്ങളതിനെതിരായിട്ട് പറയുകയാണ്, അവയൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങളെ പുഷ്ടിയോടെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഇത് പറയാൻ അവർക്ക് പ്രേരണ കൊടുത്തത് എന്താണ്? പെട്ടെന്ന് പറയണം. ഇന്നലകളുടെ ചരിത്രമാണ്. 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്നു. വിതയില്ല, കൊയ്ത്തില്ല, ഒന്നുമില്ല. പക്ഷേ അവരുടെ കാൽച്ചട്ട കീറിയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. വല്ലോനും കുഴപ്പം വല്ലതും ഉണ്ടായോ? ഒരു കുഴപ്പവും ഉണ്ടായിരുന്നു. ഒരു ക്ലിനിക്കും ഇല്ലായിരുന്നു. ഉണ്ടോ? ഇല്ലായിരുന്നു. എങ്ങനെ ജീവിച്ചു? ഈ ദൈവമാണ് എൻ്റെ ദൈവം. ഇതാണ് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവമാണ് ചരിത്രത്തിൻ്റെ ഇന്നുകളിലും പ്രവർത്തിക്കുന്നത്. ഇന്നലകളുടെ നാഥനാണ് ഇന്നുകളുടെ നാഥൻ. അവൻ നാളെയുടെയും നാഥനായിരിക്കും. ഈ 3 കാലങ്ങളെ കുറിച്ചുള്ള ദാനിയേലിന്റെ കൺവിക്ഷനാണ് ദാനിയേലിനെ ദാനിയേലാക്കി നിർത്തിയത്. 70 വർഷം ആ പ്രദേശത്ത് ജീവിച്ചപ്പോൾ തൻ്റെ ഈ ദർശനത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. ഇന്നലകളുടെ ചരിത്രത്തിന്റെ നാഥൻ ഇന്നും ചരിത്രത്തിന്റെ നാഥനാണ്. അവൻ നാളെയും ചരിത്രത്തിന്റെ നാഥനായിരിക്കും. ഈ ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ദർശന വ്യാഖ്യാനമൊക്കെ. ഐ നോ ഹിം. രാജാവിന് അറിയത്തില്ല, പക്ഷെ ഐ നോ ഹിം. 19 വയസ്സ് മാത്രമേ പ്രായമുള്ള അദ്ദേഹത്തിന്, ദാനിയേലിന്. അവിടെ നിന്നിട്ട് പറയുകയാണ്, എനിക്ക് ആ ദൈവത്തെ അറിയാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളെ, ഇത് നമ്മൾ ഈ ദൈവത്തെയൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ കർമ്മനിരതനായിരുന്ന ദൈവമാണ് ചരിത്രത്തിൽ ഇന്ന് ജീവിക്കുന്ന ഇന്നുകളിൽ നമ്മെ നടത്തുന്നത്, നയിക്കുന്നത്. അവൻ നാളെയും അനന്യനായിരിക്കും. സ്തോത്രം. അവന് മാറ്റമില്ല. വിതയും കൊയ്ത്തുമില്ലാത്തടത്ത് തന്നു. കുടിക്കാൻ വെള്ളമില്ലാഞ്ഞ പാറയെന്ന് വെള്ളം തന്നു, ഇല്ലയോ? കയ്പിനെ മധുരമാക്കി തന്നു. നീന്തിക്കിടക്കാൻ മാർഗമില്ലാതെ ചത്തുപോന്ന് വിചാരിച്ചപ്പോൾ വിഭജിക്കപ്പെട്ട ആ സമുദ്രത്തിന് നടുവിൽ കൂടെ അക്കരെ പോയി. ഇറച്ചി വേണമെന്ന് സേവ്യാസകത്തിന്റെ സെക്രട്ടറി സ്ട്രൈക്ക് എടുത്തപ്പോ അവർക്ക് ഓക്കാനം വരുവോളം കാടപ്പക്ഷിയെ കൊടുത്തു. The same God, He exists today. He is moving today. He lives today.
അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും കർമ്മനിരതനാണ്, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തോടൊത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ചാഞ്ചല്യമില്ല. ഈ ശരീരം എൻ്റെതല്ല. ദാനിയേൽ പറയാൻ, ഈ ശരീരം എൻ്റെതല്ല. ഈ ശരീരത്തോടു കൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നവൻ എന്തെങ്കിലും ഈ ശരീരത്തിൽ കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവനത് ചെയ്തിരിക്കും. എന്നാലും മരിച്ചാലും വേണ്ടില്ല, എനിക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന പ്രമാണം ലംഘിച്ചുകൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട. ഇവർക്ക് തിന്നുന്നതും തിന്നാവുന്നതും ഒക്കെ ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഈ മെർദോക്ക് എന്ന് പറയുന്ന ദേവനാ ഇവർ യാഗമർപ്പിക്കുന്നത്, മൃഗങ്ങളെയൊക്കെ യാഗമർപ്പിക്കുന്നത്. തോലുരിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ദേവന് സമർപ്പിച്ചിട്ടാണ് ബാക്കി കുക്കിങ്ങിനായിട്ട് ഇതിനെ കൊടുത്തയക്കുന്നത്. അത് കൂടാതെ വിളമ്പുന്നതിന് മുൻപ് ഇവയിൽ ചിലതെടുത്ത് ദേവന് സമർപ്പിച്ച ശേഷമാണ്, അവിടെ വെച്ചേക്കത്തില്ലത്, അവിടെ കൊടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യും. ഈ കഷായങ്ങളും കുഴമ്പുമൊക്കെ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അവർ ഇങ്ങനെ ചില പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് അതും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് അത് അവരുടെ ഒരു വിശ്വാസമാണ്. അതുപോലെ ഈ തരത്തിലായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 3 കൊല്ലത്തെ ട്രെയിനിങ്ങിനുള്ളിൽ ഇതൊക്കെ പുള്ളി ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാനൊരു യഹൂദനാണ്, ഞാനൊരു ഇസ്രായേലിനാണ്, ഞാനൊരു യെരുശലേം വാസിയാണ്. എൻ്റെ പൈതൃക വിശ്വാസം, കൈമാറിത്തന്ന പൈതൃക വിശ്വാസം, ഇത് ബലി കഴിപ്പാൻ എനിക്കൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഇത് കഴിക്കാതിരുന്ന് മരിക്കുന്നെങ്കിൽ ദൈവത്തിനായി മരിക്കട്ടെ. ഈ കഴിക്കാതെ ഇരുന്നാൽ ദൈവം എന്നെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. ഇല്ലായ്മയിൽ സമൃദ്ധി നൽകാൻ ദൈവത്തിന് കഴിയുമോ? കഴിയുമോ? അനുഭവിച്ചിട്ടുണ്ടോ? എന്തോ അനുഭവിച്ചിട്ടുണ്ട്? ഞാൻ ഒത്തിരി അനുഭവിച്ച ആളാണ്. ഈ അധികം അനുഭവം പറയാറില്ല, നിങ്ങൾക്കറിയാം, പ്രസംഗം കേൾക്കുമ്പോഴും അറിയാം. എനിക്കത് ചിലത് പറയുന്നത് ഉചിതമാണ്. എൻ്റെ ഫാദർ ഒരു സ്വമേധാ സുവിശേഷ വേലക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ 45 വർഷത്തോളം അദ്ദേഹം അവിടെ ഈ സുവിശേഷ വേല ചെയ്യുകയും സേവികാ സംഘം നടത്തുകയും അച്ഛന്മാരുടെ കൂടെയൊക്കെ കൂട്ടായ്മ യോഗം നടത്തുകയും പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത ദേശത്ത് ഒരു മനുഷ്യനാണ്. ജോർജ് ബുദ്ദേശി എന്ന അദ്ദേഹത്തിന് അറിയപ്പെടും. വരുമാന മാർഗ്ഗമൊന്നുമില്ല. അദ്ദേഹത്തിന് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത്. മിക്കവാറും പട്ടിണിയാണ്, ഭക്ഷണമില്ല പലപ്പോഴും. ഒരിക്കൽ ഇപ്പോൾ ഞങ്ങൾ 4 പേര് മക്കളുണ്ട്. 2 പേര് രോഗം ബാധിച്ച് മരിച്ചു. 4 മക്കളുണ്ട്. 5 ദിവസം ഒരിക്കൽ തുടർച്ചയായി ഭക്ഷണമില്ലാത്തൊരു സന്ദർഭമുണ്ടായി. നോക്കണം, ഞങ്ങൾ കഴിക്കാവുന്ന പ്രായമുള്ള 4 മക്കളുണ്ട്. അപ്പനും അമ്മയുണ്ട്. ഫാദറിന് ചെറിയ അസുഖം പിടിച്ചു. അപ്പോൾ പുള്ളിക്കാരനെങ്കിൽ പുറത്ത് പോകത്തൊന്നുമില്ല. ഈ കൂട്ടായ്മ കഴിഞ്ഞാൽ അദ്ദേഹം ഇനി പോരും, ഒന്നും വാങ്ങിക്കാനൊന്നും നിൽക്കത്തില്ല. പിന്നെ അവർ വീട്ടിൽ കൊണ്ടുത്തരും. അങ്ങനെ ഒത്തിരി പേര് കൊണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ സർവേ ചെയ്തുകൊണ്ടിരുന്നത്. 5 ദിവസമായി ഭക്ഷണമില്ല. അപ്പം ഞാൻ മൂത്ത ആളാണ്. തേവര സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. തേവര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ അപ്പുറയാണ്. വൈകിട്ട് വന്നിട്ട് ഭക്ഷണമില്ല. പക്ഷേ വൈകിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ മേശപ്പുറത്ത് 4 ഗ്ലാസ് വെള്ളം കണ്ടു. 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാറിച്ച് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അമ്മ ഈ 4 മക്കളെയും കൂടെ അരികത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് എൻ്റെ അമ്മ കരഞ്ഞത് ഞാനന്ന് ഓർക്കുന്നുണ്ട്. കർത്താവേ, ഇന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടില്ല. ഞാൻ ഈ വെള്ളം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഈ അത്ഭുതമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല എൻ്റെ അമ്മ. ഞാൻ ഇവർക്ക് കൊടുക്കുക, ഇതവർക്ക് അമൃതാക്കി തീർക്കണമേ, അത്രേ പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇളയവൻ മുതൽ മൂത്തവൻ വരെ, ഞങ്ങൾ 4 പേർക്കും അത് നൽകിയത് ഞങ്ങൾ ഓർക്കുന്നു. പിന്നെയും പല ദിവസങ്ങളും
ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും ആ ഭക്ഷണം കഴിക്കാതിരുന്ന ക്ഷീണമോ തളർച്ചയോ ഒന്നുമേൽക്കാതെ, ആഘാതമേൽക്കാതെ ഞങ്ങളെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. അവൻ ചരിത്രത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളോട് പറയും. എൻ്റെ മൂത്ത മോള് അറിയാമല്ലോ നിങ്ങൾക്ക്, അമേരിക്കയിലാണ്. ദെൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നേച്ച് പോകാൻ നേരത്തെ ഞാൻ ടെസ്റ്റ് മണി അവളുമായിട്ട് ഷെയർ ചെയ്തു. എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയും. എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു, എത്ര നേരമാണ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇറ്റ്സ് മൈ ഗ്രേറ്റ് ലക്ക് ടു ബി യുവർ ഡോട്ടർ. പപ്പായുടെ മോളാകാൻ ഭാഗ്യം കിട്ടിയത് വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒന്നുമില്ലായ്മയിലും ദൈവം നടത്തുമെന്നൊക്കെ പറയാൻ നമുക്ക് പാടാനൊക്കെ എളുപ്പമാണ്. ഹാവ് യു എവർ എക്സ്പീരിയൻസ് ഇറ്റ്? അതുകൊണ്ട് ഈ ദുർഘടങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇതെല്ലാം വന്നാലും പതറാതെ കുതറാതെ നിൽക്കാൻ ദൈവകൃപ തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകും, നമ്മൾ പ്രതീക്ഷിക്കൊന്നും നമുക്ക് ഭവിക്കാതെ വന്നേക്കാം. പക്ഷേ സൂക്ഷിക്കുന്ന ഒരുത്തനുണ്ട്, നോക്കുന്ന ഒരുത്തനുണ്ട്, കരുതുന്ന ഒരുത്തനുണ്ട്, അറിയുന്ന ഒരുത്തനുണ്ട്, ഒന്നുമില്ലായ്മയുടെ നടുവിൽ പുഷ്ടിയോടെ നടത്താൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിള്ളേരൊക്കെ ജീവിക്കുന്ന സമൃദ്ധി എന്ന് പറഞ്ഞ് ചോദിക്കുന്നതെല്ലാം കൊടുത്തേക്കല്ലയോ? 100 രൂപയൊക്കെ എടുത്തുകൊണ്ട് പറപ്പിച്ചാൽ പിള്ളേർ കൊണ്ട് കടയിൽ കൊടുക്കുന്നത്. ഞാനൊക്കെ ഒരു 100 രൂപ നോട്ട് കൊണ്ട് ഏത് കാലത്താണ്? ഒരിക്കൽ പോലും ഞങ്ങളുടെ ഈ ക്ലാസ്, എൻ്റെ അനുഭവം പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, ക്ലാസ് കഴിയുമ്പോൾ ഒരു പാർട്ടി ഉണ്ടല്ലോ അവസാനം, ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ആ പാർട്ടിക്ക് ഇരുന്നിട്ടില്ല. കാരണം കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടേ? അന്ന് ബോണ്ടായും ഒരു കാപ്പിയാണ് അല്ലെങ്കിൽ ഒരു ചായയുമാണ്. അതിന് പോലും അച്ഛൻ്റെ പൈസ ഇല്ല, ഞാൻ ചോദിക്കത്തുമില്ല. അപ്പം ഞാൻ എന്നെ നിർബന്ധിക്കും, കൂട്ടുകാർ നിർബന്ധിക്കടാ, കൂട്ടായിട്ടിക്കടാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും. ഞങ്ങൾ കൊടുത്തോളാം, നീ വാ. ഇല്ല. അപ്പം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഔദാര്യം ഒന്നും സ്വീകരിക്കരുതെന്ന്. അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് നന്നായിട്ടറിയാം വേദന എന്നാന്നറിയാം. സ്തോത്രം. സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് തരട്ടെ, അവരുടെ ഓപ്ഷനാണ്. ഞങ്ങൾക്കിത് തരട്ടെ, ഞങ്ങൾക്കിത് മതി, ഒത്തിരി അവിടെ ഉണ്ട്, ഞങ്ങൾക്കിത് മതി. ഇതെന്താണെന്നറിയാമോ? ഇതൊരു മനസ്സിൻ്റെ നിലയാണ്, മനസ്സിൻ്റെ നിലയാണ്. ഇനിയും അല്പം ശാസ്ത്രത്തിലൂടെ പ്രവേശിക്കുക. ഈ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ ഒരു വലിയ കുതിച്ചാട്ടം നടത്തിയിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ന്യൂട്ടോണിയൻ കോൺസെപ്റ്റ് ഒരു കാലം വരെ മാറ്ററെ കുറിച്ചുള്ള പഠനമായിരുന്നു. മാറ്ററിനെ കുറിച്ചുള്ള പഠനം, മാറ്ററിൻ്റെ ഏകകമായ ആറ്റത്തിനെ കുറിച്ചും, ആറ്റം ക്യാൻ ബി സ്പ്ലിറ്റ്, അത് കഴിഞ്ഞിട്ട് ആറ്റം യോജിപ്പിക്കാൻ പറ്റും, ആറ്റമിക് ഫ്യൂഷൻ, ആറ്റമിക് ഫിഷൻ, ഇതൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന സാറിരിപ്പുണ്ട്. ഈ സാറിരിക്കുമ്പോഴൊക്കെ ഞാനിത് പറയുമ്പോൾ പേടിയാ, എന്നാലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോണം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേത് ഐൻസ്റ്റൈൻ കോൺസെപ്റ്റാണ്. അതായത് മാറ്റർ ഈസ് എനർജി, എനർജി ഈസ് മാറ്റർ. നമ്മൾ എനർജിയുടെ ഏകകമാണ് മനുഷ്യർ. മനസ്സിലായില്ല? യൂണിവേഴ്സൽ എനർജി, പ്രപഞ്ചത്തിൽ മുഴുവൻ നിലനിൽക്കുന്നത് എനർജിയാണ്. ഞാനിപ്പോൾ പ്രവർത്തിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ എനിക്ക് എനർജി വേണം. ഞാൻ രാവിലെ കഴിച്ച ഫുഡിനെ മൈറ്റോകോൺട്രിയ വർക്ക് ചെയ്തത് എൻ്റെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും, എൻ്റെ ഫ്യൂവലായി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് എനർജി ഉണ്ടാകുന്നത്. അല്ലെങ്കിലോ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനർജിയാണ് ഈ ഭൂമിയിലെല്ലാം എന്ന് ഇപ്പോൾ ശാസ്ത്രം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ക്വാണ്ടം ഫിസിക്സ് ഒത്തിരി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതിനാൽ നമുക്ക് ഊർജം മതി ജീവിക്കാൻ. അതുകൊണ്ട് ഭക്ഷണമില്ലാതെ സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് ലോകത്തിൽ. കൻ യു ബിലീവ്? ഊർജം സൂര്യനിൽ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. കൊടും തണുപ്പുള്ള ഹിമാലയ സാനുക്കളിൽ ഒരു കാവി വസ്ത്രം മാത്രം ധരിച്ച് ഷൂ ഇടാതെ നഗ്നപാതരായി യാത്ര ചെയ്യുന്ന യോഗീവര്യന്മാരുണ്ട്. എവിടുന്ന് കിട്ടി? അതാണ് എനർജി. എവിടുന്ന് കിട്ടി? അതാണ്
ഈ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് നമ്മുടെ മൈൻഡാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്. നമ്മുടെ ഹീലിംഗ് ഒക്കെ നടക്കുന്നത് മൈൻഡിലൂടെയാണ്, മൈൻഡിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ഗുളിയൊന്നുമല്ല നമുക്ക് ഹീലിംഗ് തരുന്നത്. നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ക്വാണ്ടം ഡോക്ടർ ഇതിനകത്തുണ്ട്, ഈ സിസ്റ്റത്തിനകത്തുണ്ട്. ആ ക്വാണ്ടം ഡോക്ടറിൻ്റെ ഫങ്ഷനെ ത്വരിതപ്പെടുത്തുവാൻ ടിഷ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഈ പുറത്തുനിന്ന് വരുന്ന മെക്കാനിക്കൽ ആയിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വേണ്ടെന്ന് പറഞ്ഞാലും സ്വർഗത്തിൻ്റെ എനർജി അവർ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടുന്ന്? ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും. നിങ്ങൾ എത്ര ദിവസം വരെ ഉപവസിച്ചിരുന്നിട്ടുണ്ട്? എത്ര ദിവസം വരെ ഉപവസിച്ചിരുന്നിട്ടുണ്ട്? 72 hours ഇതുപോലെ. എനിബഡി എൽസ്? ഞാൻ ആകെ 21 ദിവസം ഉപവസിച്ചിരുന്നിട്ടുള്ളൂ. 21 ദിവസം. ആദ്യത്തെ ദിവസം ഭയങ്കര പ്രയാസം. ഈ സിസ്റ്റമൊക്കെ ഒന്നായി വരണ്ടേ. അടുത്ത ദിവസം മുതൽ എന്തോ രസം, എന്തോ ആനന്ദമാണെന്നറിയാമോ? നിങ്ങളൊന്ന് ഇരുന്ന് നോക്കണം. അന്നേരം എനിക്ക് മനസ്സിലായത് ഈ കർത്താവ് വലിയ പുള്ളിയാണ്. 40 ദിവസവും 40 രാവും 40 ദിവസവും ഒരേ ഇരിപ്പേ. അതിനു മുമ്പ് വല്യപ്പം മോശ പർവ്വത്ത് കയറി 40 രാവും 40 പകലും ഇരുന്നു. ഇസ് ഇറ്റ് പോസിബിൾ? ഇപ്പം നമ്മളത് വായിക്കുന്നതിനെ വിചാരിക്കുന്ന അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ആയുസ്സിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാതെ കണ്ട് സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ സന്യാസിയെന്നോ സൈജെന്നോ അങ്ങനൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരുണ്ട്. ഇസ് ഇറ്റ് പോസിബിൾ? മിഥ്യ പറയാൻ വന്നതല്ല, സത്യമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ഇതെവിടെ നിന്ന് കിട്ടുന്നു? എല്ലാ എനർജിയിലേക്കാളും വലിയ എനർജിയുടെ സോഴ്സാണ് ദൈവം. ആണോ? യൂണിവേഴ്സൽ എനർജി എന്ന് ശാസ്ത്രം പറയുമ്പോൾ ആ എനർജിയുടെ യൂണിറ്റാണ് ഇൻഡിവിജ്വൽ എനർജി ആയിരിക്കുന്ന ഞാൻ. എന്നാൽ ഇതിനൊക്കെ ഡിസൈൻ ചെയ്ത ഒരു വലിയ എനർജിയുടെ റിസോഴ്സ് ഉണ്ട്, ഒരു സോഴ്സ് ഉണ്ട്. അതെന്റെ ദൈവമാണ്. ആ ഊർജം എനിക്ക് പകർന്നാൽ എൻ്റെ ശരീരത്തിന് ശക്തി ലഭിക്കും. അതുകൊണ്ടാണ് യെശയ്യാ-ദീർഘദർശി 30-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ബലം വർദ്ധിപ്പിക്കും. അങ്ങനെ ഉണ്ടോ വാക്യം? ഉണ്ടോ? യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കും. എവിടുന്ന് കൊടുക്കുന്ന? യെസ്, ഹി ഹാസ് ഇനഫ് ആൻഡ് മോർ. ആ പവർ ബാങ്കിലോട്ടൊന്ന് പ്ലഗ് ചെയ്താൽ മതി, ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷെ ചിലർ എത്ര പ്ലഗ് ചെയ്യാലും ഇങ്ങോട്ട് കയറത്തില്ല. കാരണം എന്നറിയാം, പ്ലഗേലൊക്കെ ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. നല്ല ഇലക്ട്രീഷ്യൻ വന്നിട്ട് എന്താണെന്നറിയാമോ? ഒന്നും ചെയ്യത്തില്ല. അവർ ആ പ്ലഗ് അങ്ങോട്ട് ഊരിച്ച് അവരുടെ കയ്യിൽ കത്തിയുണ്ട്, അതുകൊണ്ട് ചിരണ്ടും. ഈ പിന്നെ ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. അത് ചിരണ്ടി കഴിഞ്ഞാൽ പവർ ബാങ്കുമായിട്ട് ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ കണ്ട് എന്നിലേക്ക് ഇത് വ്യാപരിക്കും. സ്തോത്രം. അത് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി. എങ്ങനെ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാക്യം അറിയാം. എന്താ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം പറയാം. അച്ഛൻ വല്ലതും പറയുമ്പോൾ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അതെ, ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പ്രസംഗിക്കാനൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാ ശക്തിയുടെ വ്യാപാരം എന്നറിയാം. രോഗികൾ അന്നേരം സൗഖ്യമാകും. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ രോഗികൾ സൗഖ്യമായതിനെക്കുറിച്ചും രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചും ഞാൻ സാധാരണ പറയാറില്ല. രക്ഷിക്കപ്പെട്ടവരൊക്കെ ഉണ്ട്. പിന്നെ അവർ തന്നെ വന്ന് സാക്ഷ്യം പറയും. ഇവിടെ നമ്മുടെ ഒരു കൊച്ചു വന്നല്ലോ പ്രസംഗിക്കാൻ, ഡെയ്സി ഇവിടെ വന്നില്ലേ? വന്നപ്പോൾ അവൾ പറഞ്ഞില്ലേ, എൻ്റെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ഭാഗത്ത് വന്നൊരു പ്രസംഗികയാണ്. കർത്താവിൻ്റെ എന്നെക്കാട്ടി നല്ലോണം പ്രസംഗിക്കുന്നത്. അതൊക്കെ നടന്നോളും. ദൈവകൃപ നമ്മിലൂടെ വ്യാപരിക്കും. ദൈവശക്തിയുടെ വ്യാപാരമായി അതിൻ്റെ മുഖാന്തരങ്ങളായി തീരാൻ നമുക്ക് ദാനിയേലിനെ പോലെ ആഗ്രഹിക്കും. ദാനിയേൽ ഈ എക്സ്ട്രാ ഒന്നും അദ്ദേഹത്തിന് ഇല്ലല്ലോ. നമ്മൾ കണ്ടേ നോക്കിയാൽ എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ദാനിയേൽ ഒരു സാധാരണ മനുഷ്യൻ അല്ലേ? ദൈവഹിതത്തിനൊത്ത് നിന്നുകൊടുത്താൽ മതി. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബഹളമൊന്നും വേണ്ട, എൻ്റെ കയ്യിലിരിപ്പൊന്നും വേണ്ട. ഇതിന് ദൈവം നിന്നുകൊടുത്താൽ നമ്മിൽ കൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. തനിക്ക് അശുദ്ധി വരുത്തരുതെന്ന് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു. എന്നിട്ട് ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിക്കാൻ തന്നു നോക്കട്ടെ,
അതിനുശേഷം തങ്ങളുടെ മുഖവും രാജഭോജനം കഴിച്ച ബാലന്മാരുടെ മുഖവും തമ്മിൽ ഒത്തുനോക്കുക, പിന്നെ കാണുന്ന പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കണം, ആ 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവർ എന്നും കണ്ടു. 10 ദിവസത്തെ പരീക്ഷണം കഴിഞ്ഞപ്പോൾ അവരെ നോക്കിയപ്പോൾ അവരുടെ മുഖം രാജഭോജനം കഴിച്ച ബാലന്മാരുടേക്കാൾ ശ്രേഷ്ഠതയുള്ളതായിട്ട് കണ്ടു. ഈ ദൈവത്തിന് വേണ്ടി ദൈവത്തോടൊത്ത് ദൈവത്തിൻ്റെ ലോകത്തിൽ നിലനിൽക്കുന്നത് ഇതുപോലെ ആനന്ദം അത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നൽകുന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, മോശ 40 രാവും 40 പകലും എവിടായിരുന്നു? പർവ്വതത്തിലായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചത് എന്താ? ഇവിടെ രാവിലെ 10 മണിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നേച്ച് 12 എന്നുള്ളത് ഒരു 12 അല്ലല്ലോ, 11 അല്ലേ, 11 എന്നുള്ളത് 12 ആയി കഴിയുമ്പോൾ കാണാം മുഖത്തെ പാട്ട. എന്തിനു വന്ന ഉപവാസ പ്രാർത്ഥന. 12 ആകുമ്പോഴത്തേക്ക് മുഖത്തിൻ്റെ ഷേപ്പ് മാറും. ആ മോശ ഉപദേശി 40 ദിവസം പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. അവൻ്റെ കൂടെ ഇരുന്നാൽ മുഖത്തിൻ്റെ തേജസ് പ്രകാശിക്കും, അത് റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ മുഖത്ത്. ഈ തന്നെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും ദൈവം ഇതിൻ്റെ മുഖം കണ്ടറിയാം. സ്തോത്രം. അവരുടെ മുഖം തേജസ്സുള്ളതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നാണെന്നറിയാമോ, ദൈവത്തിൻ്റെ തേജസ് അത് റിഫ്ലക്റ്റ് ചെയ്യാണ് നമ്മൾ. അത് ചന്ദ്രനെ പോലെ അവിടുന്ന് ഉൾക്കൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യാണ് നമ്മൾ. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായിത്തീരണം. രോഗമായാലും ദുഃഖമായാലും കഷ്ടമായാലും പ്രയാസമായാലും പ്രതിസന്ധി ആയാലും. കയ്യിൽ പണമില്ലെങ്കിൽ ഒരു മനുഷ്യൻ അറിയത്തില്ലല്ലോ. കയ്യിൽ പണമില്ലെങ്കിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല. അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്, മോനെ എപ്പോഴും നല്ല എണ്ണയുള്ളെങ്കിലും തേച്ച് വൃത്തിയാക്കിയിരിക്കണം. നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒറ്റ ഉടുപ്പ് കൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഒറ്റ ഉടുപ്പ് കൊണ്ട്. ഇപ്പോൾ ഇല്ല, ആവശ്യം പോലെ. എന്നിട്ട് ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. നിലമ്പൂർ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയി. പി എം എ പ്രാച്ചൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ കൊരട്ടിയിലാണ്. എൻ്റെ വലിയ സുഹൃത്താണ്. എവിടെ ഇരുന്നാലും 1-2 പ്രാവശ്യം എൻ്റെ കൺവെൻഷൻ പോയി. അത് ഞാൻ വൈകിട്ട് പ്രസംഗിക്കും, രാത്രി കഴുകിയിടും, ദിവസത്തേക്കും പിന്നീടും അങ്ങനെ പോകും. 3-ാമത്തെ ദിവസമാണ് പുള്ളി ഇത് നോട്ട് ചെയ്ത്. എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലല്ലോ. എന്നെ അതിനല്ല വിളിച്ചത്, ഇത് പറയാനല്ല വിളിച്ചത്. അത് ദൈവത്തിനറിയാം. അറിഞ്ഞിട്ട് ദൈവം ആ വീട്ടുകാരത്തോട് പറഞ്ഞു, അവിടെ എടുത്ത് അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസിന് കൊടുക്കാൻ. അങ്ങനെ തന്നു വിട്ടിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാംസപുഷ്ടി ഉള്ളവർ ഒന്ന് കണ്ടു. അങ്ങനെ മേൽസസ്സാർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞ് നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നെബൂഖദ്നേസറിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചാറേ അവരിലെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസറിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവും സകല മന്ത്രവാദികളും ആഭിചാരകന്മാരും 10 വിശിഷ്ടന്മാരെന്ന് കണ്ട് ദാനിയേലോ കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. ലോകചരിത്രം പരിശോധിച്ചാൽ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സഹിച്ചവരെ കൊണ്ട് വിജയം നേടിയെടുത്ത ചരിത്രമാണ് ലോകചരിത്രം. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, ക്രിയേറ്റീവ് സഫറിങ്. പോൾ ടോർണിയർ എഴുതിയ പുസ്തകമാണ്. ഒരു സ്വിസ് ഫിസിഷ്യനാണ്, കൗൺസിലറാണ് ഈ മനുഷ്യൻ.
അദ്ദേഹം എഴുതിയ ഈ പുസ്തകത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾക്കാം. ദൈവം അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ നിസ്തുലമായിരിക്കുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളുടെ സ്ഥിതിവിശേഷം, അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തൽ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡിപ്രിവേഷൻ സംഭവിച്ച ആളുകളാണ് ലോകത്തെ നിയന്ത്രിച്ചും നേതൃത്വത്തിലേക്കും കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് കണ്ടെത്തലാണ്. 300 പേരുടെ ചരിത്രം ഒരു ഡോക്ടർ എഴുതിയ ഒരു നിരീക്ഷണമാണ്. എല്ലാം കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഡിപ്രിവേഷനിലൂടെ ലോക നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട ആളുകൾ അനാഥത്വത്തിലൂടെയും ഇല്ലായ്മയിലൂടെയും, അത് പറയാം, ഇല്ലായ്മയിലൂടെയും അനാഥത്തിലൂടെയും ചരിത്രത്തിൻ്റെ ടോപ്പ് അവസ്ഥയിലേക്ക് പ്രവേശിച്ച ആളുകളുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു നിരീക്ഷണം ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ചില ആളുകളുടെ പേരുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജൂലിയസ് സീസർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ജോർജ് വാഷിംഗ്ടൺ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ക്വീൻ വിക്ടോറിയ, ഗോൾഡ മേയർ, ഹിറ്റ്ലർ, ലെനിൻ, സ്റ്റാലിൻ, ഫിഡൽ കാസ്ട്രോ. ഇവരെല്ലാം ഏതെങ്കിലും ഒരളവിൽ ഡിപ്രിവേഷനിൽ കടന്നു പോയിട്ടുള്ളവരാണ്. അനാഥത്തിലൂടെയും ഇല്ലായ്മയിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകൾ ലോകത്തെ ചരിത്രത്തെ മാറ്റിമറിക്കത്തക്ക ആളത്വങ്ങളായി രൂപപ്പെട്ടത് എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതായത് എനിക്ക് സംഭവിക്കുന്ന വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളെ സൃഷ്ടിപരമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ദാനിയേലിന് ഭവിച്ചതായിരിക്കുന്ന വേദനാജനകമായിരിക്കുന്ന അനുഭവത്തെ ക്രിയേറ്റീവായി മാറ്റി. സഫറിങ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്രിയേഷൻ, ക്രിയേറ്റിവിറ്റി. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ അറിയാതെ ചില സന്ദർഭങ്ങളിൽ, ചില ഇടങ്ങളിൽ നമ്മൾ ചെന്നുപെടും. അവിടെ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമായി തീരും. അത് ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാ ക്രൈസിസും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി ഡോണ്ട് ലൈക്ക് ക്രൈസിസ്, ബട്ട് we should like the opportunity they provide. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അവിടേക്ക് പ്രവേശിക്കുന്നത്. ഇനിയും ഒരു പാഠം കൂടെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ ഇവർക്ക് വേണമെങ്കിലേ ദൈവം കൊണ്ട് തന്നതല്ലയോ, ദൈവം തന്നതല്ലേ, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ദൈവം തമ്പുരാൻ ഒരുക്കി തന്നതാണ്, അല്ലെങ്കിൽ പിന്നെ രാജധാനി പോകാൻ പറ്റുമോ, രാജാവ് ഇത്ര ഓഫർ ഇടുമോ, അതുകൊണ്ട് നിശ്ചയമായിട്ടും ദൈവം എനിക്ക് അനുകൂലമാണ്. ഇവിടെയാണ് കുഴപ്പം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഫേവറബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. എന്നാൽ പട്ടിണിയാണ്, വീടില്ല, നാടില്ല, കൂടില്ല. അപ്പോൾ രാജാവ് ഇങ്ങോട്ട് ഓഫർ ചെയ്യുക, അങ്ങോട്ട് ചോദിച്ചാൽ രാജാവ് ഇങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്, എൻ്റെ പാലസിൻ്റെ എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം. അപ്പോൾ നമ്മളെന്താ പറയും? ഞാനാണ് എന്താ പറയുന്നത്, സ്തോത്രം. ഞാൻ അമേരിക്ക ചെന്നിട്ട് ട്രംപ് എന്നെ ഒരു ഭക്ഷണത്തിന് വിളിച്ചെന്നിരിക്കട്ടെ, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനങ്ങ് പറയുക, ഡൊണാൾഡ് ട്രംപ് എന്നെ ഒരു ഭക്ഷണത്തിന് വിളിച്ചെന്നിരിക്കട്ടെ, എൻ്റെ ദൈവം തമ്പുരാനെ ഞാൻ അന്നേരം തന്നെ ഫേസ്ബുക്കിലോട്ട് പോസ്റ്റ് ചെയ്യും. ഞാൻ ഉടനെ അച്ഛനെ അയക്കും. കണ്ടോ അച്ഛ, അച്ഛൻ അത്രയും കൊല്ലം അവിടെ പോയിട്ട് ഏത് പ്രസിഡൻ്റ് കൂടെ പോയി ഞാൻ കണ്ടോ എന്നൊക്കെ പറയും. എൻ്റെ അല്ലേ, അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ, ഡയബറ്റിക് ഒന്നും ഞാൻ ഓർക്കത്തൊന്നുമില്ല. പോരട്ടെ, സ്റ്റീക്കാണേ സ്റ്റീക്ക്, എന്താണോ ഇങ്ങോട്ട് പോരട്ടെ, നോക്കിയിരിക്കുക, ഒക്കെ അടിച്ചിങ്ങി പോരും. മറ്റൊന്നും കഴിക്കത്തില്ല, ഇത് കഴിച്ചിട്ട് പോരും. അല്ലേ? ഈ കുഞ്ഞുങ്ങളോ? ദൈവത്തിന് നിൻ്റെ ഉള്ളം പറയും എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട. ഒരു കാലത്ത് നമുക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു. കല്യാണങ്ങൾക്ക് കൊച്ചു കപ്പിനകത്ത് വീഞ്ഞു, അതിൻ്റെ പുറത്തൊരു പീസ് കേക്ക്. കഴിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഞാൻ അടുത്തിരുന്ന് നിൽക്കുമ്പോൾ ഒരു ആത്മീയ ഏത് സ്ഥാനീയനാണെന്ന് ഞാൻ പറയാൻ പോകില്ല, ഏത് സ്ഥാനീയനാണെന്ന് ഞാൻ പറയത്തില്ല, വഴക്കുണ്ടാക്കണ്ട. ഇപ്പോൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്, എന്നെ അബദ്ധത്തിൽ കൊണ്ട് അവിടെ ഇരുത്തിയതാണ്. ഞാൻ കഴിക്കാതൊക്കെ ഇരുന്നപ്പോൾ
അത് ലഹരി ഒന്നും ഉള്ള ആളെന്ത് അടിച്ചോന്നേ? അത് ലഹരി ഉള്ളതല്ല, അത് കഴിച്ചോളാം. ഞാൻ പറയില്ല, ഇല്ല, എനിക്കത് കഴിക്കാൻ സാധിക്കത്തില്ല. പലതും അങ്ങനെയാണ്. ചിലതിനോട് നമ്മുടെ ഉള്ളം പറയും വേണ്ടാന്ന്. ഉള്ളത്തിലെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്. അത് തിരിച്ചറിയാൻ സാധിക്കണം. ഇത് വളരെ ശാന്തമായിട്ടാണ് തിരിച്ചറിഞ്ഞു. അതിനോട് അവർ നോ പറഞ്ഞു. അതിനോട് അവർ നോ പറഞ്ഞപ്പോൾ സ്വർഗം ചിലതിനോട് യേശു പറഞ്ഞു. ഏതിനോട്? ഈ സിസ്റ്റത്തോട്. ഏത് സിസ്റ്റത്തോട്? ഈ ബോഡി സിസ്റ്റത്തോട്. അതായത് ന്യൂട്രീഷ്യസ് ആയിരിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, അത് ന്യൂട്രീഷ്യസ് അല്ലാത്ത ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ ബാലൻസ് ചെയ്ത് നിർത്തത്തക്ക തരത്തിൽ ദൈവം ആജ്ഞാപിച്ചു ഈ സിസ്റ്റത്തോട്. ബിക്കോസ് ഹി ഈസ് ദ വൺ ഹു ഡിസൈൻ മീ ലൈക്ക് സച്ച് എ വേ. ഈ വിധത്തിൽ എന്നെ ഡിസൈൻ ചെയ്തത് ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കൾ ആ കാര്യം ഉള്ളത്തിൽ ഗ്രഹിക്കണം. ഉള്ളം പറയണം. വേണ്ട ഇവരാരും പറയുന്നതല്ല, ഉള്ളം പറയണം. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി പോയി. ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തിലേക്ക് പ്രവേശിച്ചാൽ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മിനിറ്റുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിമിതിയുണ്ട്. ഒന്നും പറയാൻ ശ്രമിച്ചില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ഇനിയും ഇങ്ങനെ പറയാനായിട്ട് കിടപ്പുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ചുമ്മാതെ ചാപ്റ്റർ വായിച്ച് വിട്ട് ഉള്ള വ്യാഖ്യാനമല്ല. ഞാൻ 2-3 പുസ്തകം വായിച്ചു നോക്കി. ചുമ്മാ വായിച്ചിട്ട് അങ്ങ് ഏതാണ്ടൊക്കെ പറഞ്ഞു പോകുന്നത് അതല്ല. നമുക്ക് ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവിൽ ഇത് കാണാനായിട്ട് സാധ്യമായി തീരേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ ഒരു പാഠം ഈ പുസ്തകം നമുക്ക് നൽകുന്നത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അവരവിടെ ചെന്ന് വെച്ച് നീട്ടിയ ഓഫറിനോട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അല്ലേ? എന്താ കോംപ്രമൈസ് ചെയ്യാഞ്ഞ്? പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യാഞ്ഞ്? ഒറ്റ കാര്യം നിങ്ങളെന്നോട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. കോംപ്രമൈസ് ചെയ്യാഞ്ഞ് എന്തുകൊണ്ടാണ്? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കൺവിക്ഷൻ. ആരുടെ? ദാനിയേലിൻ്റെയും കൂട്ടരുടെയും കൺവിക്ഷൻ. അൺകോംപ്രമൈസ്ഡ് കൺവിക്ഷൻ. അനുരഞ്ജനം ചെയ്യപ്പെടാത്ത ബോധ്യങ്ങൾ. നമുക്കിത് പാഠമാണ്. തിന്മയുടെ ശക്തിയോട് അനുരഞ്ജനം ചെയ്തുകൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട. തീരുമാനിക്കണം. അതാ പ്രധാനപ്പെട്ട തീരുമാനം. തിന്മയുടെ ശക്തിയോട് അനുരഞ്ജനം ചെയ്ത് ഈ ഭൂമിയിൽ ഒരു ജീവിതം വേണ്ട. എനിക്കൊരു ഗെയിനിങ്ങും വേണ്ട. തിന്മയുടെ ശക്തിയോട് അനുരഞ്ജനം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയാണ് ഉത്തമമെന്ന് അവർ തിരഞ്ഞെടുത്തു. കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഫലമായി പ്രത്യാഘാതങ്ങൾ നേരിട്ടവരുടെ ചരിത്രം നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ സാറായെ നഷ്ടപ്പെടുത്തി. സാറ കോംപ്രമൈസ് ചെയ്തു. അതിൻ്റെ ഫലമായി പലസ്തീൻ ഇന്നും കത്തിയെരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഇന്ന് കലാപകലുഷിതമായിരിക്കുന്നു. സാറ കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഫലമായിട്ട്. ഏശാവ് കോംപ്രമൈസ് ചെയ്തു. ജ്യേഷ്ഠാവകാശം നഷ്ടമായി. അങ്ങനെ ഒത്തിരി പേർ കോംപ്രമൈസ് ചെയ്തവരുടെ ചരിത്രം ഇതിനകത്തുണ്ട്. ഒരു 10-12 പേരുടെ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എൻ്റെ സാമ്പിൾ പറഞ്ഞതാണ്. അഹ്റോൻ വിഗ്രഹങ്ങളെ നമിക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്തു. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ അതിനെ അനുവദിച്ചു അദ്ദേഹം. അതാ കോംപ്രമൈസ് ചെയ്തു. കനാൻ നഷ്ടപ്പെട്ടു. ശിംശോൻ ഭൗതിക സുഖങ്ങൾ കോംപ്രമൈസ് ചെയ്തു. തൻ്റെ ശരീരവും എല്ലാം നഷ്ടപ്പെടുത്തി. ദാവീദ് ജഡിക ഇച്ഛകളുമായി കോംപ്രമൈസ് ചെയ്തു. തൻ്റെ മകൻ നഷ്ടപ്പെട്ടു. ശലോമോൻ അന്യജാതികളുടെ ഭാര്യമാരുമായി കോംപ്രമൈസ് ചെയ്തു. രാജ്യം വിഭജിക്കപ്പെട്ടു. അനന്യാസും സഫീറയും ദ്രവ്യമായി കോംപ്രമൈസ് ചെയ്തു. പണവുമായി കോംപ്രമൈസ് ചെയ്തു. നിത്യത നഷ്ടമായി. യൂദ
ക്രിസ്തുവിനേക്കാൾ ധനവുമായി കോംപ്രമൈസ് ചെയ്തു, ലോകസുഖങ്ങളുമായിട്ട് ധനവുമായിട്ട് കോംപ്രമൈസ് ചെയ്തു. അവൻ എന്നേക്കുമായി നിത്യത നഷ്ടപ്പെടുത്തി. ഇവർ ചെന്ന് ചേർന്ന ഇടത്ത് കോംപ്രമൈസിലൂടെ അവിടുത്തെ സുഖങ്ങളുമോട്, അവിടുത്തെ ഉല്ലാസങ്ങളോട് അവിടെ വെച്ച് നീട്ടുന്ന എല്ലാം വിവേചനം കൂടാതെ സ്വീകരിച്ചുകൊണ്ട് യാത്രയായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ദൈവം അവർ കൊടുത്ത മിഷൻ, ഒരു ദൗത്യം ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം ഈ ലോകത്തിൽ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നമ്മോട് സംവദിക്കട്ടെ, നമ്മുടെ ഉള്ളം നമ്മോട് ഇടപെട്ടട്ടെ. ഈ ജീവിക്കുന്ന ലോകത്തിൽ ദൈവത്തോടൊത്ത്, ദൈവത്തിന് വേണ്ടി ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. വിവേചനം കൂടാതെ വെച്ച് നീട്ടുന്നവ സ്വീകരിക്കുന്നതല്ല ആത്മീയത എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെയുള്ള അപകടം നമ്മുടെ മുൻപിലുള്ളപ്പോൾ പ്രിയനെ, അത് വേണ്ടെന്ന് വെക്കാൻ കൃപ എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ അശുദ്ധി വരുത്തുന്നതൊന്നും ഒരിക്കലും ഞാൻ ചെയ്യില്ല. ദാനിയേൽ തീരുമാനിച്ചു, എനിക്ക് അശുദ്ധി വരുത്താൻ ഒരിക്കലും ഞാൻ ഇടം കൊടുക്കില്ല. ആ തീരുമാനത്തെ ഷണ്ഡാധിപൻ മാനിച്ചു, ആ തീരുമാനത്തെ സാധൂകരിച്ചു. അപ്രകാരം തന്നെ അവർക്ക് ദൈവം കരുണ ചെയ്തു. ദൈവത്തിൻ്റെ കരുണയും കൃപയും കടാക്ഷവും ദാനിയേലിനും കൂട്ടർക്കും ലഭ്യമായി തീർന്നു. ആ ദേശത്ത്, സ്വന്തമല്ലാത്ത ഇടത്ത് ദൈവത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഉൾക്കൊള്ളുവാൻ, ആ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ചുറ്റുപാടുകളിൽ കർത്താവേ, എനിക്ക് കൃപ തരണമേ, അതിനെന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എന്നെ നോവേ. നിന്റെ ഹിതം ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചാക്കിയ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലൂടെ സാധിച്ചെടുക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തണമേ, ബോധ്യപ്പെടുത്തണമേ. ഞങ്ങളെ ആക്കിയിരിക്കുന്നത് ഞങ്ങളായതല്ല, നീ ഞങ്ങളെ ആക്കിയ ചുറ്റുപാടുകളാണ്. ഞങ്ങളുടെ സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് മാറ്റാനാവില്ലല്ലോ. ലഭ്യമായ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കൊള്ളാകുന്ന ഇടത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപയും കരുത്തും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ധ്യാനിപ്പാൻ കൃപ നൽകി, വചനം കേൾപ്പാൻ അങ്ങയുടെ മക്കൾക്കിടയാക്കി, കേട്ടത് ആത്മീയ ജീവിതത്തിൻ്റെ പുതുക്കത്തിന്, അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, ദയവായി കേൾക്കണമേ.